യൂസഫ്, ആ പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയല്ല, പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്ന് പറഞ്ഞ്. എന്താ അതിൻ്റെ സത്യാവസ്ഥ? എങ്ങനെ അത് ആളുകളുടെ ഇടയിലൊരു പരിഭ്രാന്തി ഉണ്ട് നമ്മളെ ഗൾഫ് പ്രവാസികളുടെ ഇടയിൽ. പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ട്. അതിൽ പറയാനുള്ളത്, ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വ രേഖ ആണെന്ന് ചോദിച്ചാൽ അത് പൗരത്വ രേഖ അല്ല. പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് 1967 മുതൽ നിയമങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, കാര്യങ്ങളൊക്കെ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് ഒരാൾക്ക് യാത്ര ചെയ്യാനുള്ള യാത്രാരേഖയാണ് യഥാർത്ഥത്തിൽ. ഒരു പ്രാഥമിക പൗരത്വ രേഖയായിട്ട് ഒരു പക്ഷേ നമുക്കത് കൺസിഡർ ചെയ്യാം. എന്നാൽ ഒറിജിനലായ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു പൗരത്വ രേഖ എന്ന നിലയിൽ പാസ്പോർട്ട് അംഗീകരിക്കപ്പെടുന്നില്ല. അത് യാത്രാരേഖയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പോഴുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒരിക്കലും തന്നെ മോദി സർക്കാരിൻ്റെ ഇടപെടലിലൂടെ അല്ല ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുള്ളത്. ഇത് 1967 മുതലുള്ള ഒരു നിയമവും കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച് ആ കാര്യങ്ങൾ ദൂരീകരിക്കേണ്ടതാണ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. അല്ലാതെ സർക്കാരിന് വെറുതെ കുറ്റം പറഞ്ഞതിൽ കാര്യമില്ല. ഇനി എന്തൊക്കെയാണ് പൗരത്വത്തിനുള്ള ഒറിജിനൽ രേഖ എന്ന് ചോദിച്ചാൽ, നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ രേഖയാണ്. അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളുടെ റവന്യൂ രേഖ, അത് പൗരത്വം തെളിയിക്കാൻ പര്യാപ്തമാണ്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തു നിന്ന് ഇവിടെ വരികയും ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ പൗരത്വം സ്വീകരിക്കുകയും ചെയ്താൽ അതിനെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ഗസറ്റഡ് രേഖകൾ, അതും പൗരത്വ രേഖയാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഒരാളുടെ പൗരത്വം അയാളുടെ ജന്മം കൊണ്ട് മാത്രമല്ല, അയാളുടെയും അയാളുടെ മാതാപിതാക്കളുടെയും ജന്മം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ പൗരത്വ രേഖ കൊണ്ടുമാണ് ഒരാളുടെ പൗരത്വം ഇന്ത്യയിൽ സ്ഥിരപ്പെടുന്നത്. അമേരിക്കയെ പോലെ അവിടെ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് എന്ത് ചെയ്യുന്നില്ല, പൗരത്വം കിട്ടുന്നില്ല എന്നതാണ് ഇന്ത്യയിലെ പ്രത്യേകത. പിന്നെ ചില തെറ്റിദ്ധാരണകൾ ചില ആളുകൾക്കിടയിലുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ആധാർ, പാൻ കാർഡ്, വോട്ടർ ID ഇങ്ങനെയുള്ള രേഖകൾ പൗരത്വം തെളിയിക്കാൻ പര്യാപ്തമല്ലേ എന്നുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്നാൽ അതും തെറ്റാണ്. അതും പൗരത്വം തെളിയിക്കുന്നതല്ല, മറിച്ച് അതെല്ലാം നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫാണ്. ഒരു വിദേശത്തു നിന്ന് വന്ന ആൾക്ക് പോലും ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഇന്ത്യയിൽ ആധാർ കാർഡ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിൻ്റെ വസ്തുത പരിശോധിക്കണം. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന വോട്ടർ ID-യോ ആധാറോ പാൻ കാർഡോ ഒരിക്കലും തന്നെ നമ്മുടെ പൗരത്വ രേഖയല്ല, മറിച്ച് തിരിച്ചറിയൽ രേഖയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൽ ചെയ്യാനുള്ളത്. 1967 മുതലുള്ള നിയമങ്ങളും കോടതി വ്യവഹാരങ്ങളും കോടതിയുടെ ഉത്തരവുകളും ഒക്കെ പ്രകാരമാണ് ഇന്നും ഈ നില ഇന്ത്യയിൽ തുടരുന്നത്. താങ്ക് യു ഫോർ ഓൾ.